ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു പൗളോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുട്ടിപ്പട്ടാളങ്ങളുടെ എല്ലാത്തിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളൊക്കെ അടച്ചില്ല എല്ലായിടത്തും. അപ്പം അവിടെ കളിക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് എല്ലാം കൂടെ സൈക്കിളോടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അതുകൊണ്ട് സൗണ്ട് കേൾക്കാവും. കുറേ ദിവസമായില്ലേ കുഞ്ഞുകൂടെ ഒച്ചപ്പുകളൊക്കെ ഇട്ടിട്ടല്ലേ. എന്തോ എടുത്തോണ്ട് ഇന്നിപ്പോൾ തങ്കമണി ചേച്ചിയും മോളും വന്നിട്ട് പോയി. അവിടെ സതീശൻ ചേട്ടൻ്റെ ചേച്ചിയും കൊച്ചൊക്കെ കേട്ടോ. ഞാനവിടെ ക്യാമറ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നാ ബഹളമോ എന്നോ ഒച്ച നോക്കി മൂതട്ടോ കൂടെ പട്ടാളങ്ങൾ കളിയാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഇൻട്രോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ സതീശൻ ചേട്ടൻ്റെ ചേച്ചി തങ്കമണി ചേച്ചി മോളും കൂടെ വന്നു കേട്ടോ. സിന്ധു ആൻറ്റി പോവാന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ. അവൾ തിരുവനന്തപുരമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവളുടെ അടുത്ത് പോകാൻ പറ്റുവാണെങ്കിൽ പോകാം. നമ്മുടെ തൊട്ടടുത്തുള്ള രൂപച്ചല്ലേ. അപ്പോൾ തിരുവനന്തപുരത്തിനെന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നത്. അടുത്ത പ്രാവശ്യം എങ്ങനെയും ആറ്റുകാൽ പൊങ്കാല ഇടണമെങ്കിൽ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സും ഉണ്ട് അവിടെ. നമ്മുടെ ഒരു നാദ്രിയ കുട്ടിയുണ്ട്. ഒരു ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അവളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവളൊക്കെ തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പം അല്ലാണ്ട് കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് രണ്ടിടത്തൊക്കെ നമുക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ട് അമ്മ തങ്കമണി ചേച്ചി വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോൾ അവൾ വന്ന് ഒരു 2-3 ദിവസം അമ്മയുടെ കൂടെ വന്ന് നിന്നിട്ട് വരാം. അപ്പോൾ അമ്മക്കൊക്കെ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. കടിച്ചു വിട്ട് കഴിയുമ്പോൾ വല്ലപ്പോഴും ഒന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു 10 ദിവസം അമ്മമാരുടെ അടുത്ത് വന്ന് വെളച്ചിലൊക്കെ ഇറക്കാം, റെസ്റ്റ് എടുക്കാം, ഉറങ്ങാൻ കിടക്കാം. എത്രയാണെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ നടക്കുന്നവർ ഒരിടത്തും നടക്കത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൾ അമ്മയുടെ അടുത്ത് വന്ന് പോയതാട്ടോ. ഞാൻ ഇൻട്രോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും സിന്ധു ആൻറ്റിയെ ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതാട്ടോ. അപ്പം സാറ്റ് കളിക്കുന്നു. സാറ്റ് ഒരു കാറിൻ്റെ പുറകിൽ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരുടെ കളിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാനപ്പോൾ ഈ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്കും കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, വള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ചെടിയൊക്കെ ഇത് കണ്ടോ മറിഞ്ഞ് താഴോട്ട് പോകാൻ കിടക്കുമല്ലോ. അപ്പോൾ ഞാൻ സേവരിയനോട് 2-3 ചെറിയ കമ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതെല്ലാം നാട്ടിൽ കൊടുത്ത് കെട്ടി വെക്കട്ടെ. അങ്ങനെ ഇന്നത്തെ വിശേഷം നല്ല വിശേഷമായിരിക്കും. അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യേണ്ടോടിപ്പോയി കണ്ടോ. തന്നെ തൂമ്പായുമായിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ കുഞ്ഞാഞ്ഞാനവിടെ പുല്ല് എത്തുന്നുണ്ട്. മഞ്ചാടി ചേട്ടായുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പുല്ല് എത്തുന്നുണ്ട്. ഇത് ഞാൻ എന്നാ ഇറങ്ങിയെന്നറിയോ, ഇതുകൊണ്ടോ മൊത്തം കുഞ്ഞു കളയെ. ഇവിടെ എല്ലാം ചീരത്തയ്യ, അതൊന്നും കളയുന്നില്ല. അല്ലാണ്ട് കിളുത്ത് കയറിയേക്കുന്ന കളയെല്ലാം ഒന്ന് ചിരണ്ടി ഒരുക്കി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം ചെയ്യണ ഒരു മണിക്കൂർ നേരം കൊണ്ട് തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിലേ കിളുത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാവും. അപ്പം എന്ത് ചെയ്യും, ഞാൻ ഒരുക്കി കുട്ടപ്പനാക്കി കേട്ടോ. സജി എന്നോട് പറഞ്ഞ ഓലയൊക്കെ അഴിച്ച് കളയാൻ പറഞ്ഞു. ഇതിനൊക്കെ ചൂടൽ കൊടുത്തിരുന്നില്ലേ, അതൊക്കെ അഴിച്ച് കളഞ്ഞാൽ ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അഴിച്ച് കളഞ്ഞു. സജി നട്ട് വെച്ച വാഴ വലിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിക്കൊലയാണ്. എന്നാന്ന് വെച്ചാൽ അത് പിരിച്ച് നട്ട് വെച്ചതല്ലേ. അവണക്കാരൻ നമ്മുടെ കപ്പളങ്ങ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ചീരത്തയ്യ, അതുകൊണ്ട് കളഞ്ഞില്ല കേട്ടോ. നല്ല ചീരയല്ലേ, ഉണ്ടാവട്ടെ, എല്ലാവർക്കും കറി വെച്ച് കൂട്ടാം അല്ലേ. അപ്പോൾ ഇപ്പോൾ സമയമല്ലേ ഉണ്ടോ, കുഞ്ഞി കപ്പളങ്ങ ഉണ്ടാകുന്നുണ്ടോ. അപ്പോൾ ഒരു കപ്പളങ്ങ ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആരുടെയും അടുത്ത് പോകണ്ടല്ലോ. ഭയങ്കര പനിയാണ്. എന്നിട്ട് വെയിൽ കൊള്ളുന്നുണ്ടോ, ഇത് കണ്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് എല്ലാത്തിൻ്റെ. ഒരു സൈക്കിളുണ്ട്, അത് ചവിട്ടാണ് പരിപാടി. ഭയങ്കര പനിയാണ്. എല്ലാവർക്കും പനിയും ചുമയും എല്ലാമാണ്, ചേച്ചിക്കും എല്ലാവർക്കും. അപ്പോൾ ഞാൻ സേവരേണ്ണോട് മേടിച്ചാട്ടോ 2-3 കമ്പ്. എന്തിനാണെന്നറിയോ, നമ്മുടെ ഈ ചെടി ഉണ്ടോ അങ്ങോട്ട് വളഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ആയി പോവാം. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഈ കൊട്ടയ്ക്കകത്തേത്. അപ്പോൾ ഈടെല്ലാം ഭയങ്കര കാറ്റല്ലായിരുന്നോ. അപ്പോൾ അതങ്ങോട്ടൊരുമാതിരി വളഞ്ഞ് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് കമ്പക്കത്താത്ത കെട്ടിക്കൊടുത്ത് റെഡിയാക്കാം. അതിന് കത്തിയും വള്ളിയും ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇങ്ങനെ നിൽക്കുമ്പോൾ കുഴപ്പമില്ലേ, പക്ഷെ വലുതായിരിക്കുമ്പോൾ ഇതിനൊക്കെ കമ്പ് നാട്ടണം കണ്ടോ. കാറ്റടിക്കുമ്പോൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി. എത്ര കമ്പാണ് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നറിയോ. ഒരുത്തി മുട്ട ഇട്ടെന്ന് തോന്നേ. ഇട്ട് കണ്ടോ, ഒരുത്തി ഉണ്ടല്ലോ ഇപ്പം ഇടുന്നുമില്ല. എന്നിട്ട് കുത്തിപ്പൊട്ടിച്ച് കളയാനും നോക്കും. വെള്ളയാന്ന് തോന്നുന്നു കുത്തിപ്പൊട്ടിക്കുന്നത്. തീറ്റ മൊത്തം കുത്തി താഴ്ചടിച്ചിട്ട് കേട്ടോ. അതിൽ ഒരുത്തി ഇട്ടിട്ടുണ്ട്, അത് നമുക്കെടുക്കാം. ഞാരി സുന്ദരി മാറങ്ങോട്ട്. എനിക്ക് വെള്ളനെ പേടിയാണ്. വെള്ളം ചിലപ്പോൾ കൈക്കിട്ട് പോകും. എന്നാ ചുമല ഇടുന്നത്, വെള്ളം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇടുന്നില്ല. അവിടെ നിന്നോ. അമ്മച്ചി എന്നാ പരിപാടി, രാവിലെ വന്നെന്ന് ചോദിയില്ല കേട്ടോ. അമ്മച്ചി എന്നാ പരിപാടി, രാവിലെ തുടങ്ങിയാണല്ലോ. രാവിലെ അവിടെ പുല്ല് എത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതേ അച്ഛമ്മേൻ്റെയൊക്കെ അവിടെ പുല്ല് എത്തുന്നുണ്ടല്ലോ. അത് ശരി, അമ്മയുടെ പണി എൻ്റെ പണിയല്ലോ. ആര് ഞാൻ എൻ്റെ വീഡിയോ ഉള്ളതുകൊണ്ട്
ആ ഒരു കാര്യം ചെയ്തോ കുഞ്ഞാൻ ഒരു ചാനൽ തുടങ്ങിയോ. നോക്കിയേ അങ്ങോട്ട് നോക്കിയേ. ദൈവമേ കയ്യോ കാലോ പോയെങ്കിൽ എല്ലാം കൂടെ അംഗമാണ് കേട്ടോ. കളിയാ, ഭയങ്കര കളിയാ. എന്നാ ചേട്ടച്ചാരെ കാണാൻ വന്നാണോ? ചേട്ടനാണോ അനിയനാണോ? ചേട്ടനാണോ അനിയനാണോ? ആണോ? എന്നാൽ പോയി കുശലമൊക്കെ ചോദിക്ക്. അപ്പാപ്പൻ്റെ അനിയനാണ് കേട്ടോ. കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ശരി എന്നാ. രാവിലെ വന്ന് ഒരു കേട്ട് പുല്ലും ചെത്തിക്കൊണ്ട് പോയിട്ട് വീണ്ടും വന്നു കേട്ടോ. അവിടെ അച്ഛമ്മാൻ്റെ മോനും പുല്ല് ചെത്തുന്നുണ്ട്. പിള്ളേർ ഭയങ്കര തകർപ്പം കളി. ഇതിനും കമ്പൊക്കെ നാട്ടി കേട്ടോ. അല്ല കമ്പൊക്കെ കൊല്ലൊക്കെ വെച്ച് അടിച്ച് ഉറപ്പിച്ച് നാട്ടി നമുക്കിതിനെ ഉണക്കയെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് കിട്ടാം. ഒന്നും എൻ്റെ സംസാരം ഇല്ലെങ്കിലും പിള്ളേരുടെ നല്ല സംസാരമുണ്ട് കേട്ടോ. പിള്ളേർ നല്ല തകർത്തിയായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. സാറ്റ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സാറ്റ് കളിക്കാൻ തോന്നുന്നുണ്ട്. കല്യാണിയാണ് കേട്ടോ, കല്യാണി വേണം. അട്ടവൃത്തിയാണേ, പകുതി എണ്ണിട്ട് നിർത്തി. അയ്യോ അപ്പം കുറേ കിട്ടി കേട്ടോ. വേണ്ട ഇത്രയും കരിഞ്ഞേല ഉണ്ടാക്കാം. അതിനൊക്കെ നമുക്ക് താഴ്ത്ത് കളയാം. അല്ല ഒത്തിരി പിന്നെ മുകളിലോട്ട് വയ്ക്കുമ്പോൾ നമുക്കൊരു പാടാം, കെട്ടാനും എല്ലാം പാടാം. ഞാൻ ഓർത്ത് ഏതായാലും ഇപ്പോൾ ആണെങ്കിൽ കമ്പ് കിട്ടിയ സമയത്തൊന്ന് കിട്ടിയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് കിട്ടി വെച്ചാൽ ഇത് നമ്മുടെ പൈസ ചെടിയല്ലേ അല്ലേ, പൈസ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്ന കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് വേറെ നന്നായിട്ട് കിട്ടിക്കൊടുക്കാം. ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് ചെയ്തിട്ട് കയറാമല്ലോ. കാറ്റടിക്കുമ്പോഴത്തേനും നമുക്ക് കളഞ്ഞു പോകുമ്പോൾ എനിക്കൊരു സങ്കടമല്ല. ദൈവമേ ഒടിഞ്ഞെങ്ങാനും പോവോ. അപ്പോൾ ഇതേപോലെ തന്നെ വള്ളി അഴിച്ച് ഞാൻ കിട്ടുന്നുള്ളൂ കേട്ടോ. കാരണം വേറെ വള്ളിയുടെ ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് ഒതുക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. ഈ പ്ലാസ്റ്റിക് വള്ളിയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരുമാതിരി കുശിക്ക് വേവിച്ചു പോയി കുട്ടിപ്പറക്കി റെഡിയാക്കി എടുക്കണമെങ്കിൽ സമയമൊക്കെ എടുക്കും കേട്ടോ. എന്നാലും പക്ഷേ കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കല്ലേ, നല്ല രസമായിട്ടിരിക്കല്ലേ അല്ലേ, അതൊക്കെയല്ലേ വേണ്ടത്. അച്ഛനൊന്നും ചെയ്തില്ല കയറി വരാൻ. രഞ്ജിത്ത് അവിടെ ഉണ്ടേ, അച്ഛനൊന്നും ചെയ്തില്ലടാ കയറി വരാൻ. എൻ്റെ ദൈവമേ ഭയങ്കര പനിയും കാര്യങ്ങളും വന്നിട്ടുള്ള വെയിൽ മൊത്തം കൊള്ളുക. ഞാൻ വഴക്ക് പറഞ്ഞേ പോയി വെയിൽ കൊള്ളാതിരിക്കും, വെയിൽമൊന്ന് വിളിച്ചാൽ. അതുകൊണ്ടാണ് ഇന്നിങ്ങോട്ട് കയറി വന്നില്ല, എല്ലാം പണിയിരിക്കാന്ന് തോന്നുന്നു. അപ്പോൾ വെയിൽ കൊണ്ടുകൊണ്ട് മടുത്ത് കേട്ടോ. നല്ല വെയിലാണ്. നമ്മുടെ മുറ്റത്തുണ്ടല്ലോ 9 ലക്കി ബാമ്പ് ഉണ്ട് വലുത്, പിന്നെ ചെറുതൊരെണ്ണം കയറി വരുന്നുണ്ട്. അങ്ങനെ 10 എണ്ണമാണ്. ആ ചെറുതിന് കിട്ടണ്ടായിരുന്നു. 9 എണ്ണത്തിനും കമ്പ് ഇങ്ങനെ വെച്ച് കണ്ടോ, മൂളി വരെ കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടി കണ്ടോ. അത് 2 3 പിന്നെ അതൊന്ന് 4 5 6 7 8 നമ്മുടെ ബക്കറ്റിൽ ഇതൊന്ന് 9, ചെറുതൊന്ന് 9. അപ്പോൾ ചെറുത് പിന്നെ ഇവിടെ നേരെ ഫ്രണ്ടിലൊരു ചെറുത് കയറി വരുന്നുണ്ട്. ഈ 9 എണ്ണത്തിന് കമ്പൊക്കെ വെച്ച് കിട്ടി കൊടുത്ത് ഭയങ്കര പൊരുവയില്ല കേട്ടോ. സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് കയറി ഇതേ അതിൻ്റെ പൊക്കത്തിലൊക്കെ കയറിയാണ് കിട്ടിയത്. ഉണ്ടാവും പൊന്നെ. എന്തായാലും കെട്ടിപ്പിറക്കി വെച്ചിട്ടുണ്ട്. മഴയാകുമ്പോഴത്തേനും ഒടിഞ്ഞൊക്കെ പോകാതെ ഇരുന്നാലേ. ലക്കി ബാമ്പു ഉള്ളത് ഭയങ്കര നല്ലതാണെന്നല്ലേ പറയുന്നത്, ഐശ്വര്യമെന്നല്ലേ പറയുന്നത്. ഒരു കുഞ്ഞിത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അത് കുഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചെറിയതൊരു 5-10 തണ്ടുമായിട്ട് കുഞ്ഞ് ഇത്ര നീളമുള്ള മുളയായിട്ട് ഞാൻ മേടിച്ചതാണ്. എന്നിട്ട് ഞാൻ പിന്നെ എസ്റ്റേറ്റ് വീട്ടിൽ കൊണ്ടുവച്ചൊരു കുഞ്ഞ് ബൗളിനകത്ത് അത് കയറി ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അത് എന്നോണ്ടോ കാണിച്ച് പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി പഴുത്ത് ഒരുമാതിരിയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ എല്ലാ ദിവസവും ഒന്ന് വെള്ളം ഒഴിച്ചേക്കണേന്നൊക്കെ. പിറ്റേ പ്രാവശ്യം വന്നപ്പോഴും കരിഞ്ഞു പോയില്ല എന്നുള്ളതേ ഉള്ളൂ, ഒരു ഊരൊന്നും ഇല്ലാത്ത മാതിരി നിൽപ്പുണ്ടായിരുന്നു.
പിന്നെ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വീട് വെച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടേ കൊണ്ടുവന്ന് എല്ലാം പീസ് പീസാക്കി പറിച്ച് നട്ട് ഇത്രയാക്കിയതാട്ടോ. അപ്പം ഒരു കുഞ്ഞു സാധനമാണല്ലോ നമ്മളത് ഇതാക്കിയെടുക്കുന്നത്. ലക്കി ബാമ്പു വീട്ടിലുള്ളത് നല്ലതാണെന്നാണ് ഓരോ ശാസ്ത്രം, ഓരോ ഇത്. എന്നിട്ട് ഇനി ഞാൻ താഴത്തെ ചേച്ചിക്കൊണ്ട് കൊടുത്തു. അത് അത്യാവശ്യം നല്ലതായിട്ട് വലിപ്പമായിട്ട് കയറി വരുന്നുണ്ട്. അമ്മൂൻ്റെ വീട്ടിൽ ഒരെണ്ണം കൊടുത്തു വിട്ടു. അത് നല്ലതായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിടിപ്പിച്ചെടുത്ത ഇത്രയും. അപ്പോൾ അവനെ നല്ല പരിപാലിക്കണ്ടായി. പണിയെല്ലാം കഴിഞ്ഞ് കയറി ഭയങ്കര ചൂട്. അപ്പം 2-3 പഴം കുഞ്ഞുപഴം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇച്ചിരി നട്ട്സ് എടുത്തു, ഇച്ചിരി ഉണക്കമുന്തിരി എടുത്തു, പഞ്ചസാര എടുത്തു. പഞ്ചസാര ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ പാലെടുത്തു. പാലിൻ്റെ പാടയുണ്ട് കേട്ടോ അതിനകത്ത്, അതാ ഇങ്ങനെ മഞ്ഞച്ച് കിടക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഈ ഐസ് കട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആര്യൻകൂട്ടം കയറി വന്നു കേട്ടോ. പനിക്കൂർക്കല എടുക്കാൻ വേണ്ടിയിട്ട് വന്ന അവർക്ക് എല്ലാവർക്കും പനിയാണ് കേട്ടോ. അപ്പം ആ ഐസ് കട്ട ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇവനെയും കൂടെ കൊണ്ടിട്ട് കൊടുക്കാം. അപ്പം തന്നെ ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അവനെ അടിച്ചെടുത്തു. ഇങ്ങനത്തെ നിറച്ചിരിക്കുക കേട്ടോ. അപ്പം അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അവനെ ഇങ്ങനെ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാവേ. ഞാൻ തന്നെ ഉള്ളതുകൊണ്ടേ ഞാൻ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. കാരണം വേറെ ആരും ഇല്ല. താഴത്തെ പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ പനിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 1 ഗ്ലാസ് ആയാൽ മതിയെന്ന് വെച്ച് തന്നെ അടിച്ചതാണ്. കറക്റ്റ് ഞാൻ 1 ഗ്ലാസ് ആയിട്ടുമുണ്ട് കേട്ടോ. ചിയ സീഡും ഇട്ട് കൊടുക്കാം. ചിയ സീഡാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് ബൂസ്റ്റ് ഒന്നും ഇടുന്ന അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് ഒന്നും ഇട്ടില്ല. ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തതാണ്. ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ശാലം പീസ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ചോക്ലേറ്റും എനിക്കിഷ്ടമില്ല. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. കണ്ടോ? അപ്പോൾ ഈ ചൂടത്ത് സൂപ്പറാണ് കേട്ടോ. ആ ചിയ സീഡൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല രസം. എനിക്കിഷ്ടപ്പെട്ടു. ഇനി പഴമുള്ളപ്പോഴൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. അടിപൊളി. ഈ തണുപ്പൊക്കെ നമുക്ക് പറ്റത്തില്ലാത്തതുകൊണ്ടാണുള്ള പ്രശ്നം. പക്ഷെ ഇന്ന് രാവിലെ തുടങ്ങിയുള്ള പണിയായിരുന്നു. രാവിലെ പറമ്പെല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞ് കയറി വന്ന് ചെടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് പറിക്കാതെ കയറിയപ്പോൾ 12:30 അപ്പോഴത്തേനും ശരിക്കും പരവേശവും ദാഹമൊക്കെ തുടങ്ങിയായിരുന്നു. വന്നത് വെള്ളം എടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ നല്ലൊരു ഷേക്ക് അങ്ങ് അടിച്ചു കുടിക്കുകയാണ്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഷേക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ കുറച്ച് പാൽപ്പാട ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അവനെ അങ്ങോട്ട് ഒന്ന് അടിച്ചെടുത്ത് വെണ്ണയാക്കി ഉരുക്കി നെയ്യാക്കി വെച്ചേക്കാം. ഇത് കണ്ടോ, ഇത് ഐസ്ക്രീം ഇരിക്കുന്നോണ്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ച പാൽപ്പാടയാണേ. ശരിക്കും ഐസ്ക്രീം ഇരിക്കുന്നോണ്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വേണ്ട. എന്നിട്ട് നമുക്ക് ഞാൻ ആ ഉള്ളിക്കകത്ത് നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വെച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒഴിച്ചടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പാൽപ്പാട എണ്ണ ഇട്ട് കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പം നമുക്ക് വെണ്ണയായിട്ട് തന്നെ കൈ കിട്ടും. ആരുണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ഇടാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കണ്ട് കപ്പ ബിരിയാണിയുടെ ഇടാവോ, എന്നാൽ നമുക്ക് നെയ്യുടെ സിന്ധുമ എങ്ങനെ എടുക്കുന്നതെന്നൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പാല് തിളപ്പിച്ചിട്ട് പാടെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഒരു ടിന്നതോ നല്ല അടപ്പുള്ള ഒരു ബോക്സിനകത്തോ. എന്നിട്ട് കുറേ ഏറെ ആയി കഴിയുമ്പോൾ ഇതേപോലെ മിക്സിയുടെ ജാറിനകത്ത് കുറച്ചിടുക. ഒത്തിരി ഇടാണ്ട് കുറച്ചിടുക. ഒരു 3-4 സ്പൂണൊക്കെ വെച്ചിടുക. 4 ടേബിൾ സ്പൂണൊക്കെ ഇടുക. എന്നിട്ട് ഒരു 1/2-3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അന്നേരത്തേക്കും അതിനകത്തെ ആ പാലിൻ്റെ അംശം എല്ലാം പോയി വെണ്ണയായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ഉണ്ണിക്കണ്ണന് ഇഷ്ടമുള്ള വെണ്ണയായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ അടുപ്പ് എല്ലാം അങ്ങനെ ആക്കിയിട്ട് അടുപ്പ് വെച്ച് ഉരുക്കി എടുത്താൽ മതി കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെള്ളം വേറെ വെണ്ണ വേറെ ആയിട്ട് കിടക്കുന്നുണ്ടോ. ഇനി ഇതിനകത്തെ പഞ്ഞവെള്ളം കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഈ പാലിൻ്റെ അംശമുള്ള വെള്ളം നമുക്ക് ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ നല്ല വളമാണെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമ്മൾ ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണേ. കണ്ടോ, വെണ്ണ നന്നായിട്ട് കിട്ടിയേക്കുന്നുണ്ടോ. ഇനി ഉരുകി നെയ്യായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ.
ഇത് കണ്ടോ ഇത്രയും വെള്ളമുണ്ട്. ഇതിപ്പം കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറണ്ട് പോയി കേട്ടോ. നെയ്യ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. അതിൻ്റെ സൈഡൊക്കെ പതയെല്ലാം പൊട്ടി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗരം മസാലത്തിന് കാര്യമായിട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ അതും കൂടെ വെയിലത്ത് കൊണ്ടുവെക്കാം. എന്നിട്ടൊന്ന് ഉണക്കി പൊടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെണ്ണുങ്ങളെ നോക്കുമ്പോൾ ചെയ്ത് തന്നെയും കാണാമല്ലോ. പക്ഷെ അവർക്ക് 5 മിനിറ്റ് ഇരിക്കാനായിട്ട് റെസ്റ്റ് ഇല്ല അല്ലേ? എപ്പോഴും ഫുൾ ടൈം പണിയാണ്. സത്യം പറയാം കേട്ടോ, ഫുൾ ടൈം പണിയാണ്. പക്ഷെ കാണാനൊന്നും ഇല്ലെന്നത് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തുമില്ല. ആണെങ്കിലൊക്കെ ഒരു പണി എവിടെയും ജോലിക്ക് പോകാൻ നോക്കണ ഒരു പണിയിലാണ്. ഇത് നമ്മൾ ശരിക്കും കണ്ട് പണിയാണ്. പക്ഷെ കാണാൻ ഇങ്ങനെയുള്ള ഒന്നുമില്ല അല്ലേ? അതിൻ്റെ സൗണ്ട് നിൽക്കുന്നത് കണ്ടോ. അപ്പം മൂത്തു എന്നുള്ളതിൻ്റെ സാരമാണ് സൗണ്ട് നിൽക്കുക എന്നുള്ളത് കേട്ടോ. ശക്കലവും കൂടെ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡാട്ടെ. അപ്പം ഇപ്പം നമ്മൾ മസാലപ്പൊടിയെല്ലാം ഇവിടെ നമ്മൾ പൊടിക്കുക കേട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാ സാധനം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് ചെയ്യുക. ഒരു ടിന്നിനകത്ത് ഇടാനുള്ളത് അത്രയും പൊടിച്ച് വെക്കാം. ഒത്തിരി പൊടിച്ച് വെച്ചാലും കാര്യമില്ല. പിന്നെ മഴയ്ക്ക് മുമ്പ് നമുക്കൊന്നുകൂടെ പൊടിച്ച് വെക്കാം. ഇപ്പം വെയിലായതുകൊണ്ട് നമുക്ക് അന്നേരം ഒത്തിരി ആകാതെ പൊടിച്ചെടുക്കാൻ പറ്റും. സൗണ്ട് നിന്നേട്ടോ, ഫുള്ള് സൗണ്ട് നിന്നേ. അപ്പം നീ മൂത്തു എന്നുള്ളതന്നെ. അപ്പോൾ അതിൻ്റെ മോളിൽ ചിലപ്പോൾ ചെറുതായിട്ടൊരു പത കിടക്കും. അപ്പോൾ പതിനായിട്ടൊന്ന് ഊതി നോക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിങ്ങനെ ഒന്ന് മാറ്റി നോക്കുകയും ചെയ്യണം. അപ്പം നെയ്യുടെ യഥാർത്ഥ കളറില്ല, മഞ്ഞ കളർ, ആ കളർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീ ഓഫ് ആകാം. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ട് അപ്പുറത്തെ സ്റ്റൗവിലോട്ട് ഇറക്കി വെക്കുക. കാരണം ഇതിലിരുന്നാൽ ചൂടുകൊണ്ട് വീണ്ടും മൂത്തു പോകും. നമുക്കതിട്ട് വേറൊരു കുപ്പിക്കകത്ത് ഒഴിച്ചു വെക്കാം. തണുക്കുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുവാപ്പട്ട എടുത്തു, പിന്നെ പെരിഞ്ജീരകം എടുത്തു. സാധാ ജീരകമാണോ പെരിഞ്ജീരകമാണോ? ചെറിയ അല്ല പെരിഞ്ജീരകമാണല്ലോ. ഒരു കൂറ് കൊണ്ടുവരാൻ 2 കൂറ് കൊണ്ടുവരാം. അങ്ങനെ കുഴപ്പമുണ്ടോ? ഈ മസാല പൊടിക്കുന്നതിന് പെരിഞ്ജീരകമാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. ഒരു കവറ് മതി. ഒരു ഇട്ട് വെക്കാം. ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ പരിക്കകത്ത് കൂടുതൽ. നീലരേ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇനി എടുക്കേണ്ടത് എന്താണെന്നറിയോ? ഗ്രാമ്പൂ. ഇതിന് പാതിരിപ്പൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ പേര് മാറിപ്പോയായിരുന്നു. പാതിരിപ്പൂ എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഒരു കുറച്ച്. പിന്നെ ഗ്രാമ്പൂ ഉണ്ടോ? കുറച്ച് ഗ്രാമ്പൂ. ഇപ്പോൾ കണ്ടോ മസാലക്കൂട്ട് പൊടിക്കാനായിട്ട് കൊണ്ടിട്ടേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അതൊരു സാധനമുണ്ട്, കസ്കസ് എന്ന് പറയും. അത് പെരിഞ്ജീരകത്തിന് അടിയിലുണ്ട് കേട്ടോ. പിന്നെ പെരിഞ്ജീരകം കൂടുതൽ, കറുവപ്പട്ട പെരിഞ്ജീരകം ഏകദേശം ഒരേ അളവിൽ, പിന്നെ ഗ്രാമ്പൂ കുറച്ച്, പാതിരിപ്പൂവ്, ജാതിപത്രി, ഏലയ്ക്ക, മറ്റേ കറുവപ്പട്ടയുടെ ഇല കണ്ടോ. ഇത്രയും സാധനമാണ് ഞാൻ പൊടിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങട്ടെ. കുരുമുളകും ചിലരൊക്കെ ചേർക്കും, പക്ഷേ ഞാൻ കുരുമുളക് ചേർക്കത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടക്കറിക്കൊക്കെ ചില കറികൾക്കൊക്കെ കുരുമുളക് വേണ്ടാത്തതുണ്ടല്ലോ. പിന്നെ ടിന്ന് കഴുകിക്കൊണ്ട് വെച്ചതാണ്. നമ്മുടെ ഈ ചെടി വെയിൽ കൊണ്ടിട്ടാണോ എന്നറിയത്തില്ല, അവനെ എല്ലാം ശരിയാകുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ എടുത്ത് ഇവിടെ 2 സൈഡിലോട്ടും വെച്ചു. അലമാരി തുറന്നിട്ടേക്കുന്നുണ്ടോ? അലമാരിക്ക് അതിന്ന് പെരയെല്ലാം തുടച്ച് കേട്ടോ, തുടയ്ക്കുമായിരുന്നു. തുടച്ച് എന്നാന്ന് ചോദിച്ചാൽ ആ പൊടിയുടെ ഇതൊന്ന് മാറി പൂർണ്ണമായിട്ട് ഇടണം. ഒരു 3-4 തുടക്കി തുടയ്ക്കണം. ചുറ്റോട്ടെല്ലാം തുടച്ച് കേട്ടോ. എന്നിട്ട് വേണ്ടേ ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും എല്ലാം പിറക്കി പായിട്ടിട്ട് അവിടെ ഇട്ടു. നൈറ്റിയും പാവാടയൊക്കെയാണ് ഇത് കേട്ടോ. എന്നാ ഒന്ന് ചൂടാക്കിയിട്ടേ എടുത്ത് വെക്കാം. ഇതും കൂടി ഉള്ളിനി ഇറക്കാനായിട്ട്. പിന്നെ സാരിയുണ്ട്, ചില ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി വെച്ചു, പൊടിയൊക്കെ ഇതാക്കി വെച്ചു. ഇനി എൻ്റെ സാരിയുടെ സെക്ഷനോടെ ഉണ്ട്. അത് പിന്നെ പതിയെ ചെയ്യാം.
സമയം കിട്ടുന്ന കണക്കേ. അപ്പോൾ ഇപ്പം ഞാൻ തുടച്ച് കഴിഞ്ഞപ്പോൾ സിറ്റൗട്ടി നല്ല വെയിൽ, നല്ല ചൂട്. ഒരു 4:45 ആയി കാണത്തുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ഓർത്തുന്നത് എടുത്തിട്ട് 5 മണി വരെ കിടന്നാൽ മതിയല്ലോ. അയ്യോ, അപ്പം ഞാൻ ഓടിപ്പോയി കുളിക്കുവാണെങ്കിൽ കുളിച്ചിട്ട് വരുമ്പോഴത്തേനും എല്ലാം റെഡി ആയിക്കോളും. ഇത് ഫുള്ള് നൈറ്റിയാണ്, പക്ഷേ ഇടാൻ നോക്കുമ്പോൾ ഒന്നുമില്ല, എല്ലാം നരച്ചും കുറച്ചുമൊക്കെ പോയി പകുതി. നമ്മളെന്നും ഇടുമല്ലേ. ഉണ്ടോ സമയം 4:15 കഴിഞ്ഞു. ഇനിയിപ്പം വേണ്ടേ ഗരം മസാല എല്ലാം കൂടെ ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവനെ എല്ലാം കൂടെ പൊടിച്ചും കൂടി എടുക്കാൻ പോവാം കേട്ടോ. വേണ്ട പൊടിച്ച് കേട്ടോ. ഇപ്പം പല സൈസിലല്ലേ ഇരിക്കുന്നത്. കളറ് ചിലയിടത്ത് ഇച്ചിരി കളർ വ്യത്യാസം, ചിലയിടത്ത് വേറെ കളർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഉണങ്ങിയ സ്പൂണ് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ കൈ ഉണങ്ങിയ കൈയാണെങ്കിലോ അത് വെച്ചിങ്ങനെ ഒരുമിച്ച് എല്ലായിടവും ഒരുപോലെ ഒന്ന് യോജിപ്പിക്കുക കേട്ടോ. ഇതുണ്ടോ. എന്നിട്ട് ചെറിയതായിട്ടൊന്ന് തണുത്തിപ്പോൾ ഇതിന് ഇച്ചിരി ചെറിയ ചൂടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ടിന്നിനകത്ത് എടുത്തിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇത്രയും വൃത്തിക്കിട്ടിട്ട് ഇവിടെ ഭയങ്കര കൊതുക്. അപ്പം ഞാൻ പുകയിട്ടതാണ് കേട്ടോ. പച്ചയാണ്, പക്ഷേ കത്തുന്നുണ്ട്, പുകയുന്നുണ്ട്. അനീഷിൻ്റെ ഇവിടെ ഭയങ്കര കൊതുകാന്ന് പറഞ്ഞാൽ, പ്രിൻ്റ് പറഞ്ഞ് ഭയങ്കര കൊതുകാന്ന്. അപ്പം 2 കൂട്ടർക്കും നല്ലതാവും. നിങ്ങളെവിടെയാ ഇത് കൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ. അനീഷ് ഇന്നുകൂടി ഞാൻ ഇത് കൂട്ടും കൂടെ മേടിച്ചു കേട്ടോ. കുരുമുളകിൻ്റെ കൊത്തു കൂടെ. അതാണെങ്കിൽ നന്നായിട്ട് പുകയും ജലദോഷവും ഉണ്ടാകത്തില്ല. പിള്ളേർക്കൊക്കെ നല്ലതാണ്. എല്ലായിടത്തോട്ടും പോട്ടെ. വീടിനും ചെറുക്കുമൊക്കെ പുക കിട്ടട്ടെ അല്ലേ. അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ അടോണി വന്നിട്ട് പറഞ്ഞു, നിൻ്റെ വീട്ടിലോട്ടാണ് പുക മൊത്തം വരുന്നത്, എൻ്റെ വീട്ടിലോട്ട് വരുന്നില്ല, ഞാൻ പോയിക്കാനാണ് ഞാനും നിൻ്റെ വീട്ടിലെ കൊതുകെ പോകത്തുള്ളൂ, അങ്ങോട്ട് വരട്ടെ, നമ്മുടെ വീട്ടിൽ വരണ്ട. അയ്യോ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കത്തിപ്പോയാൽ പ്രശ്നമാണ്, കത്തിക്കണ്ട. നന്നായിട്ട് പോകുന്നുണ്ട്, പുകയട്ടെ. ഞാൻ കയറി പോവാം. ഇനി എനിക്ക് പെരയ്ക്കകത്ത് കുറച്ച് പണിയുണ്ട്. വിളക്കൊക്കെ കത്തിക്കാറായി വരുമല്ലേ. അപ്പോൾ എൻ്റെ ബാക്കി പണിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനാമമൊക്കെ ചൊല്ലി താഴെയൊക്കെ ബാഗുകൾ സാധനങ്ങളൊക്കെ കേട്ടോ. മുകളിലോട്ട് വന്നാൽ ബെഡ്ഷീറ്റുകൾ, പിന്നെ അത് അണ്ടർ ഗാർമെൻറ്റ്സ് കവറത്, പിന്നെ നൈറ്റീസ്, ഈ സൈഡിലെ പാവാടകൾ, ഇതെല്ലാം നൈറ്റി, പിന്നെ ഇതെല്ലാം എൻ്റെ ചുരിദാറുകൾ. അപ്പോൾ എല്ലാം അടുക്കി നീറ്റാക്കി സെറ്റാക്കി കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ചേട്ടാ ഇങ്ങനെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ വീഡിയോ എഡിറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മൈൻഡപ്പില്ല. എന്നെങ്കിലും ഒരു കാര്യം പറക്കിയല്ലേ, പണിയായിരുന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ മൈൻഡപ്പില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ബെല്ലോട്ടുണ്ടോ തിരിച്ചു പിടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.